ക്രിസ്തുവേശുവിൽ ഏവർക്കും വന്ദനം. വെരി ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നല്ല ഒരു പ്രഭാതം കർത്താവ് നമുക്ക് തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഒരു ഡിലേ വന്നത്. ഞാൻ വേറെ ലൊക്കേഷനായിരുന്നു. അവിടുന്ന് സിഗ്നൽസ് അത്ര സ്ട്രോങ് അല്ല. മഴയുടെ പ്രശ്നം കൊണ്ട് ആയിരിക്കാം. ഇവിടെ ഈ സ്കൈ ഒക്കെ വളരെ ക്ലൗഡിയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. വളരെ സൂര്യപ്രകാശവും വന്നിട്ടില്ല, അപ്പം ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. എനിഹാവ്, നമുക്ക് കർത്താവ് ഇങ്ങനെയൊരു പ്രഭാതം തന്നു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മഴയുടെ ഒരു സാധ്യതകൾ ഇപ്പം തന്നെ ചെറിയ ഡ്രിസിലിംഗ് ഉണ്ട്, ചോർച്ചയുണ്ട്. മഴ ചാറുന്നുണ്ട്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഈ നല്ല ദിവസം തിരുവെഴുത്തുകളിൽ നിന്നും കർത്താവ് എനിക്ക് തന്നൊരു ചിന്ത, ചെറിയൊരു ചിന്ത. നമ്മുടെ കർത്താവ് വിശ്വസ്തനായി എന്നും തുടരുന്നു. നമ്മുടെ കർത്താവ് ഒരു പ്രെയർ ആൻസറിങ് ഗോഡാണ്. ദൈവം നമുക്ക് വേണ്ടി മറുപടി തരുന്ന, പ്രാർത്ഥിക്കുന്ന, യാചിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി മറുപടി തരുന്ന ദൈവമാണ്. ഈസ് ഏബിൾ ടു ആൻസർ. ഏത് പ്രശ്നത്തിനും പരിഹാരം ക്രിസ്തുവിലുണ്ട്. ക്രിസ്തുവേശു എല്ലാ വിഷയങ്ങൾക്കും, നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. നസ്രായനാകുന്ന യേശു ക്രിസ്തു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ നിർബന്ധിപ്പിക്കുമ്പോൾ, അതായത് പ്രാർത്ഥിക്കുവാൻ അവരെ പഠിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. Be persistent in prayer. പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ നസ്രായൻ ഒരു ഉപമ, ഒരു മെറ്റാഫർ അവരോട് പറഞ്ഞു, ഒരു ഭാവാർത്ഥം കൂടെ പറഞ്ഞ് മനസ്സിലാക്കി. അത് നമ്മൾക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ നസ്രായൻ പ്രാർത്ഥന എങ്ങനെയാണെന്ന് പഠിപ്പിച്ചതിന് ശേഷം ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ അവരോട്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ തുടങ്ങുന്ന ഒരു ഉപമയാണ്. നസ്രായൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് ഇനി ഏതുവിധം നിങ്ങൾ പ്രാർത്ഥിക്കണം, എത്രത്തോളം പെർസിസ്റ്റൻ്റ് ആയിരിക്കണം, എത്രത്തോളം തുടർച്ചയായി നിങ്ങൾ വിതൗട്ട് ലാഗിങ് തുടർച്ചയായി മുട്ടിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥനയെക്കുറിച്ച് നസ്രായൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. അവൻ്റെ സ്നേഹിതൻ ദൂരസ്ഥലത്ത് നിന്ന് എങ്ങോട്ടോ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ അവൻ്റെ സ്നേഹിതനായതുകൊണ്ട് അവൻ്റെ അടുക്കൽ സ്റ്റോപ്പ് ചെയ്തു. രാത്രിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ നിർത്തിയിട്ട്, ഈ വന്ന സ്നേഹിതന് കൊടുക്കാൻ അപ്പമില്ല, കൊടുക്കാൻ ആഹാരമില്ല, തീർന്നു, ഫുഡെല്ലാം തീർന്നു. എന്നിട്ട് ഈ വീട്ടുടയവന് അവൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അപ്പോൾ ഒരു സ്നേഹിതൻ വന്ന് വീട്ടിലിരിക്കുന്നു, ഒരു സ്നേഹിതൻ ദൂരത്തുണ്ട്. അവൻ്റെ അടുക്കൽ ചെന്നാൽ അവന് അപ്പം കിട്ടും. സോ ഈ മനുഷ്യൻ രാത്രിയിൽ ആ മനുഷ്യൻ്റെ അടുക്കൽ ചെല്ലുന്നു, ആ സ്നേഹിതൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ സംഭവിച്ചത്, അവൻ ചെന്നപ്പോൾ കാര്യങ്ങൾ ഇച്ചിരി ഡിലേയാണ്. അവൻ ഉറക്കമായി, അല്ലെങ്കിൽ ഉറക്കത്തിനുള്ള ഒരുക്കങ്ങളായി.
അപ്പോൾ അവിടെ അവൻ പറയുന്നത്, തൻ്റെ സ്നേഹിതൻ അവനോട് പറയുന്നത് ഇപ്രകാരമാണ്: എന്നെ പ്രയാസപ്പെടുത്തരുത്, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു. സോ ഫസ്റ്റ് വൺ ഈസ്, എന്നെ പ്രയാസപ്പെടുത്തരുത്, എൻ്റെ കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞാലും. അപ്പോൾ അവൻ പറയുന്നത്, എന്നെ ബോധമേ, എന്നെ പ്രയാസപ്പെടുത്തരുത്, എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ പ്ലീസ്, കഥ അടച്ചിരിക്കുകയാണ്, കുട്ടികൾ പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ ഇദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു റെസ്പോൺസ് അല്ല ഇങ്ങോട്ട് ലഭിച്ചത്. താൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അകത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷനുണ്ട്, അകത്തുനിന്ന് ഒന്ന് പറയുന്നുണ്ട്. അതായത്, എൻ്റെ സ്നേഹിതൻ ഉറങ്ങിയിട്ടില്ല, അവൻ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അവൻ ഉറപ്പിച്ചു. എൻ്റെ സ്നേഹിതൻ കേൾക്കുന്നുണ്ട്, എനിക്കൊരകത്ത് എൻ്റെ സ്നേഹിതനകത്തുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്, അവനത് ഉറപ്പിച്ചു. എൻ്റെ സ്നേഹിതൻ എൻ്റെ ശബ്ദം കേട്ടു എന്നുള്ളത്. സ്നേഹിതൻ സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുകയാണ്, കുട്ടികൾ പൈതങ്ങൾ കൂടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അവിടെ ഉപമയിൽ പറയുന്നത്, ഇവൻ തുടർച്ചയായി മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, അവൻ സ്നേഹിതനായതുകൊണ്ട്, വാക്യം ഇങ്ങനെ പറയുന്നത്, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ല എങ്കിലും. അതായത്, സ്നേഹിതനായതുകൊണ്ടാണ് ഇത്ര ദൂരം അവനെ പുൾ ചെയ്തത്. അതായത്, ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവന്റെ അടുക്കൽ വരാനുള്ള ഒരു കൺഫർമേഷൻ, ഒരു കാരണം, എൻ്റെ സ്നേഹിതൻ എന്നെ സഹായിക്കും. കാരണം ടൈം ഈസ് ഡിലേറ്റ്, വളരെ ലേറ്റാണ്, എല്ലാവരും ഉറക്കമാകുന്ന സമയമാണ്, വാതിലുകൾ അടയ്ക്കുന്ന സമയമാണ്. പക്ഷെ തൻ്റെ സ്നേഹിതൻ വിശപ്പോടെ ദൂരസ്ഥലത്ത് നിന്നും തൻ്റെ വീട്ടിൽ വന്ന അതിഥിക്ക് ആഹാരം കൊടുക്കുവാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് നോക്കിയ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, എൻ്റെ സ്നേഹിതനുണ്ട്, ആ സ്നേഹിതൻ്റെ അടുക്കൽ ഞാൻ ചെന്നാൽ അവൻ എനിക്ക് ഭക്ഷണം തരും. പ്രയാസപ്പെടുത്തരുതെന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അവനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യരുത്. നെവർ പുട്ട് ഹിം ഇൻ ട്രബിൾ. പൈതങ്ങൾ കൂടെ കിടക്കുന്നുണ്ട്, വാതിലുകൾ അടച്ചിരിക്കുന്നു, സമയം ലേറ്റാണ്, എഴുന്നേറ്റ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാലും, ഇങ്ങനെ എല്ലാ ഒബ്സ്റ്റക്കിൾസ് ഉള്ളപ്പോഴും അവൻ്റെ ഒരു സാധ്യത എന്നവൻ പറയുന്നത് അവൻ്റെ സ്നേഹിതനായതുകൊണ്ടാണ്. പക്ഷേ നസ്രായൻ ആ ഉപമയിൽ പറയുന്ന ഒരു കാര്യം, അവൻ സ്നേഹിതനായതുകൊണ്ട് കൊടുക്കുകയില്ല എങ്കിലും. അപ്പോൾ സ്നേഹിതൻ എന്നുള്ള ആ ഒരു ചാൻസ് പോലും കട്ടായി. സ്നേഹിതനായതുകൊണ്ട് പോലും അവൻ കൊടുക്കാൻ സാധ്യതയില്ല. കാരണം അതല്ല അവിടെ നസ്രായൻ ഉദ്ദേശിച്ചത്. സ്നേഹിതനായതുകൊണ്ടല്ല, മറിച്ച് ഇവൻ പെർസിസ്റ്റന്റ് ആയിരുന്നു. അവൻ ഇടവിടാതെ മുട്ടിക്കൊണ്ടിരുന്നു, യാചിച്ചുകൊണ്ടിരുന്നു, ചോദിച്ചുകൊണ്ടിരുന്നു, അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സ്നേഹിതനായതുകൊണ്ടല്ല, പക്ഷേ ഇവൻ ഇടവിടാതെ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് അവൻ എഴുന്നേറ്റ് ഇവന് വേണ്ടുവോളം കൊടുത്തു എന്നവിടെ വായിക്കുന്നേ. പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിതത്തെ റീഡിഫൈൻ ചെയ്യുന്നതാണ്. നമ്മുടെ ഭാവിയെ റീഡിഫൈൻ ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്നത്. ഈ പ്രാർത്ഥന ഒരിക്കൽ ചോദിച്ചിട്ട് വിടുകയല്ല, നിരന്തരമായൊരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവൻ ചോദിക്കുമ്പോഴെല്ലാം ഈ കൂട്ടുകാരൻ മറുപടി പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നീ ചോദിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്.
അവൻ പറയും നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, അല്ലെങ്കിൽ ഇന്നത് ശരിയാകട്ടെ, ഇന്ന കാര്യം നടക്കട്ടെ, നിന്റെ തലമുറയുടെ കാര്യം നടക്കട്ടെ, ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരാം, നിന്റെ വൈഫിന്റെ കാര്യം നടക്കട്ടെ, നിന്റെ ഓഫീസിന്റെ കാര്യം നടക്കട്ടെ, അല്ലെങ്കിൽ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഈ കാര്യം അപ്പുറത്തെ കാര്യം ഒന്ന് നടക്കട്ടെ, ഇതെല്ലാം നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിനക്ക് എത്രത്തോളം നീ ചോദിച്ചുവോ അതിൻ്റെ അനുസരിച്ച് നിനക്ക് വേണ്ടി സപ്ലൈ ചെയ്യുവാൻ വിശ്വസ്തനായൊരു കർത്താവാണ് നമുക്കുള്ളത്. പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നിന്റെ സങ്കടത്തിൽ നിന്നോടുകൂടെ ഇറങ്ങി നിൽക്കുവാൻ, നീ യാചിക്കുന്ന വിഷയം തരുവാൻ വിശ്വസ്തൻ എങ്കിൽ നീ മുട്ടുന്നത് കൊണ്ട് ഒരിക്കലും നീ ക്ഷീണിച്ചു പോകത്തില്ല. നീ യാചിക്കുന്നത് കൊണ്ട്, നീ ദൈവസന്നിധിയിൽ കരയുന്നത് കൊണ്ട് ഒരിക്കലും നീ ക്ഷീണിച്ചു പോകത്തില്ല. കാരണം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. their faces never covered with shame. They were radiant because they looked at him. ക്രിസ്തുവിൻ്റെ മുഖത്തേക്കാണ് നീ നോക്കിയതെങ്കിൽ, യേശുവിൻ്റെ മുഖത്തേക്കാണ് നീ നോക്കിയതെങ്കിൽ, നീ ഒരിക്കലും നിന്റെ തല താഴ്ത്തുവാനൊരു സാഹചര്യം ഉണ്ടാകത്തില്ല. നിന്റെ തല താഴ്ത്തില്ല. കാരണം ധനികനായ ക്രിസ്തു നിനക്ക് വേണ്ടി സപ്ലൈ ചെയ്യുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഇതേപോലെ ഒരു 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 ഉപമ നസ്രായൻ പറയുന്നുണ്ട്. അതായത് ഈ സ്ഥിരോത്സാഹിയായ ഒരു വിധവയുടെ ഉപമ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഒരു വിധവയുടെ ഉപമയാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതായത് ഒരു പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവിടെ ന്യായപാലനം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു. അപ്പോൾ നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ യാചിക്കുന്നതിൻ്റെ തൻ്റെ ഏത് മകനായിരുന്നാലും അവർക്ക് ഒരു ന്യായപാലനം ചെയ്യുന്ന, അവർക്ക് വേണ്ടി നീതി നടപ്പാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ തന്നെ ഒരു കൗണ്ടർ അറ്റാക്ക് എപ്പോഴും നമുക്കെതിരെ ഉണ്ടായിരിക്കും. അത് വേണ്ട, അതന് കൊടുക്കണ്ട, അവൻ ശരിയല്ല, അവൻ യോഗ്യനല്ല അത് പ്രാപിക്കാൻ, അല്ലെങ്കിൽ വാദിച്ചു കൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു പ്രതിയോഗി, നീതി കിട്ടാതെ വണ്ണം. ഞാനിന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നീതി കിട്ടാതിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മേഖലയിൽ? അപ്പോൾ എനിക്ക് നീതി കിട്ടിയിട്ടില്ല. എനിക്ക് അവിടെ പ്രതിക്രിയ എന്ന അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്, അതായത് ജസ്റ്റിസ്. എനിക്ക് നീതി കിട്ടിയിട്ടില്ല, നീതി കിട്ടാതിരുന്നിട്ടുണ്ട്. നീതി കിട്ടാതെ ആരെങ്കിലും അങ്ങനെ ഭാരപ്പെടുന്നുണ്ടോ? എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടിയിട്ടില്ലെന്ന്. അതായത് ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഈ 16-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 18-ാമത്തെ വയസ്സിൽ ഒരു ബൈക്ക് ആഗ്രഹിച്ചു. 65-ാമത്തെ വയസ്സിൽ അവന് സൂപ്പർ ബൈക്ക് കിട്ടിയോണ്ട് യാതൊരു പ്രയോജനവുമില്ല. സോ അദ്ദേഹം പറഞ്ഞ പോലെ ഈ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കിട്ടേണ്ട തക്ക സമയത്ത് അവൻ തരും. അതായത് ഈ അവൻ ഡിലേഡ് അല്ല, ദൈവം ഡിലേഡ് അല്ല. നിനക്ക് കിട്ടേണ്ടത് തക്ക സമയത്ത് അവൻ തരും. വിശപ്പുള്ളവൻ ആഹാരം കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നിയമത്തിനകത്തൊരു കാര്യമാണ്. അതായത് നീ നീതി ചോദിച്ചാൽ നിനക്ക് നീതി നടപ്പാക്കുക, അത് ദൈവത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഈ നസ്രായൻ ഈ ഉപമ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗത്ത് ഇത് വിധവയുടെ കാര്യമാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം പറഞ്ഞു നിർത്തുന്നത് തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിലാണ്. അതായത് ദോസ് ദാറ്റ് ആർ സെപ്പറേറ്റഡ് ബൈ ഗാഡ്, ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ട ദ ചോസൺ പീപ്പിൾ ഓഫ് ഗാഡ്, ദൈവം വിളിച്ചു ചേർത്ത, ദൈവം തിരഞ്ഞെടുത്ത, ദ ഇലക്റ്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഇലക്റ്റ്. അതുകൊണ്ടാണ് തിരുവെഴുത്തുകൾ പറയുന്നത്, ഹൂ ക്യാൻ ചാർജ് അഗൈൻസ്റ്റ് ഗോഡ്സ് ഇലക്റ്റ്. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തുന്നു, നീതീകരിക്കുന്നവൻ ദൈവമാണ്. അപ്പോൾ അവിടെ പറയുന്നത്, തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായിരുന്നാലും, ആ വാക്യം ഇങ്ങനെയാണ്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ. അപ്പോൾ വിധവയെക്കുറിച്ചുള്ള കാര്യമല്ല പറയുന്നത്, തുടക്കത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഇത് സ്ഥാപിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞതാണ്. അപ്പോൾ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ?
അപ്പോൾ എന്താണ്? രാപ്പകൽ നിലവിളിക്കുന്ന. രാപ്പകൽ നിലവിളിക്കുന്ന. എന്താണ് ഈ രാപ്പകൽ നിലവിളിക്കുക എന്നുള്ളതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്? നിനക്ക് രാത്രിയിലും വിളിക്കാം, പകലും വിളിക്കാം. ഇപ്പോൾ ഈ പ്രഭാതം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പ്രഭാത സമയമാകുമ്പോൾ 8 മണിയാകുമ്പോൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ചില സ്ഥലത്ത് വൈകിട്ട് 9:30, ചില സ്ഥലത്ത് 11 മണി. അപ്പം വ്യത്യസ്ത സമയം, ടൈം സോണുകളാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയൊക്കെ ഉച്ചയായി, ഒരു ആഹാരം കഴിക്കാനുള്ള ക്രമീകരണം നടക്കുക ഏകദേശം. യൂറോപ്പിലൊക്കെ ആൾക്കാർ ഇപ്പോൾ കിടന്നുറങ്ങുകയാണ്. അപ്പം കർത്താവ് പറയുന്ന വചനം പറയുന്നത്, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന. രാത്രി വിളിച്ചാലും പകല് വിളിച്ചാലും, എല്ലാം നിന്റെ വിഷയത്തിനകത്ത് നീ രാവും പകലില്ലാതെ വിളിച്ചാലും നിനക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരുന്നൊരു ദൈവം. അപ്പോൾ എപ്പോഴും നിലവിളിക്കാൻ പറ്റും, എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും. മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിത പങ്കാളി ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ കുറിച്ച്, അല്ലെങ്കിൽ ടൈം സെപ്പറേറ്റ് ചെയ്ത് രാത്രിയിൽ 2 മണിക്കും 3 മണിക്കും ഒക്കെ ആരും കേൾക്കാതെ നിലവിളിച്ചാൽ ആ ശബ്ദം സ്വർഗത്തിലെ ദൈവം കേൾക്കുമെന്നാണ് പറയുന്നത്. അല്ലാതെ 100 പേരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ദൈവം കേൾക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും, ഒരു തെരുക്കോണിൽ നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബൈക്ക് ഓടിക്കുമ്പോൾ, ഓട്ടോയിൽ പോകുമ്പോൾ, മാർക്കറ്റിൽ നിൽക്കുമ്പോൾ, നീ എവിടെ ഇരുന്ന് നിലവിളിച്ചാലും നിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം. അപ്പോൾ അവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാർ, അതായത് രാവും പകലും, അതായത് ദൈവം ഉറക്കമില്ലാത്തവനാണ്. ദാറ്റ്സ് ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ്. ഹി നെവർ സ്ലീപ്സ്, നെവർ സ്ലംബർ. അവന് ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല നമ്മുടെ ദൈവം. അപ്പോൾ ഉറക്കമില്ലാത്തൊരു ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. ഏത് സമയത്തും അവൻ അലേർട്ടാണ് നിനക്ക് വേണ്ടി. പകൽ എത്രത്തോളം, ഈ പകൽ സമയത്ത് നമ്മൾ അത്ഭുതം പ്രതീക്ഷിക്കത്തില്ല. എല്ലാവരും പകൽ സമയത്താണ്, ബാങ്ക് ടൈമിലാണ്, അല്ലെങ്കിൽ ഷോപ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കുമ്പോൾ, ജനത്തിൻ്റെ മൂവ്മെൻ്റ് എല്ലാം കറക്റ്റ് ആകുമ്പോൾ, ആ സമയത്താണ് നമ്മളൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നത്, അല്ലേ? നമ്മൾ പൊതുവെ എങ്ങനെയാണ്, സന്ധ്യയായി, നടന്നില്ലല്ലോ, നേരം വെളുത്തു, ഒരു ഇച്ചിരി 2 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 10 മണിയാകട്ടെ, കാര്യമൊക്കെ നടക്കും എന്നാൽ അപ്പോൾ നമ്മളെല്ലാം കണക്ക് കൂട്ടുന്നത് പ്രകൃതിയുടെ മൂവ്മെൻ്റ് അനുസരിച്ചാണ്. സൺറൈസും അതിൻ്റെ സൺസെറ്റും ഒക്കെ അനുസരിച്ച് ആ ടൈം സോണിനകത്താണ് നമ്മൾ ഈ അത്ഭുതം പ്രതീക്ഷിക്കുന്നത്, അല്ലേ? പൊതുവെ നമ്മുടെ ഒരു ചിന്ത ഏതാ? ആ കാര്യങ്ങളെല്ലാം ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി, അല്ലേ? കടകളൊക്കെ ഓപ്പണായി, മാർക്കറ്റൊക്കെ ഓപ്പണായി, എല്ലാം ലൈവായി കഴിയുമ്പോൾ നമ്മൾ പറയും, ഒരു അത്ഭുതം ഇന്ന് നടക്കും. പക്ഷേ അത് മാനുഷികമാണ്, ഭയങ്കരമായ മാനുഷികമാണ്. കാരണം സാഹചര്യങ്ങളുടെ ബേസിലാണ് നമ്മളെ അത്ഭുതം പ്രതീക്ഷിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് പെട്ടതല്ല. കാരണം വചനം പറയുന്നത്, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന, അതായത് നിനക്ക് പകൽ നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, രാത്രിയിലും അതേപോലെ തന്നെ നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിന് അങ്ങനെയാണ് പ്രവർത്തിക്കുക. അതായത് നീ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് നിലവിളിക്കുക, കർത്താവേ, അങ്ങ് കാലിഫോർണിയയിലുള്ള എൻ്റെ മോക്ക് പനിയായിട്ട് ഭാരപ്പെടുന്നു, അവളെ സൗഖ്യമാക്കണേ. ഹോസ്പിറ്റലിൽ ഒരു പക്ഷേ മെയിൻ ഡോക്ടറൊക്കെ പോയി കാണും, ചില ക്ലിനിക്കുകളൊക്കെ ഉള്ളതായിരിക്കും, അതൊക്കെ ദൂര സ്ഥലത്തായിരിക്കും, രാത്രി ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, എൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങ് അവിടെ സൗഖ്യം അയക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഈ രാത്രിയിൽ ഒരു സ്നേഹിതൻ തനിക്ക് വേണ്ടി അപ്പം വാങ്ങിക്കാൻ, തൻ്റെ സ്നേഹിതന് വേണ്ടി ദൂര സ്ഥലത്ത് നിന്ന് വിശന്നു വന്ന തൻ്റെ സ്നേഹിതന് അപ്പം വാങ്ങുവാനായിട്ട് മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കൽ രാത്രിയിലാണ് ചെല്ലുന്നത്. വാതിലുകൾ അടഞ്ഞു കിടക്കുമ്പോൾ, ടൈം സോൺ വ്യത്യസ്തമായിരിക്കുമ്പോൾ, പ്രകൃതിയുടെ മൂവ്മെൻറ്റുകളെല്ലാം ഷട്ട് ഡൗൺ, അല്ലെങ്കിൽ വിത്തൗട്ട് മൂവ്മെൻറ്റ്സ് എല്ലാം നിശ്ചലമായിരിക്കുമ്പോൾ നിനക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം. ഗോഡ് ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ്. അവനൊരു അത്ഭുതം ചെയ്യാൻ പറ്റും. നമ്മളിവിടെ വായിക്കുന്നത്, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ, ബിക്കോസ് ഗാഡ്സ് ഇലക്ട്, ദൈവം തിരഞ്ഞെടുത്തവൻ നിലവിളിക്കുമ്പോൾ അവിടെ അത്ഭുതം, അവിടെ ദൈവപ്രവർത്തി. അപ്പം ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി, ദി ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ്, ഹി നെവർ സ്ലീപ്സ്, ഹി ഈസ് ഓൾവേസ് അവേക്ക്. സമയബന്ധിതമല്ലാതെ അവൻ ഓൾവേസ് ഈസ് അവേക്ക്. ദൈവം ഉണർന്നിരിക്കുന്നു.
ഉണർന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ആ ദൈവത്തിന് സാധിക്കും. അപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതിനെ അനുസരിച്ചല്ല ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നത്. അബ്രഹാം നോക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം മോശമായി തുടങ്ങുന്നു. താൻ ക്ഷീണമുള്ളവനായി, തൻ്റെ ത്വക്കൊക്കെ ചുളുങ്ങി ഒരു വല്ലാത്ത രീതിയിലേക്ക് പോകുന്നു. സറായെ നോക്കുമ്പോൾ തികച്ചും അൺഹെൽത്തിയാണ്. ഷീസ് ഓൾഡ്. സാധ്യതകളെ അന്വേഷിച്ചു. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഗോഡ്സ് വിൽ. ഗ്ലോറി ടു ഗാഡ്. അതിൻ്റെ അനന്തരഫലം നമുക്കറിയാം എന്താ സംഭവിച്ചെന്ന്. Ishmael is not the promised son. The promised son is Isaac. അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരണമെന്നുള്ളത്, സാറ തന്നെ പ്രസവിക്കണമെന്നുള്ളത് ഇസ് എ പ്രോമിസ്. നിങ്ങൾക്കെല്ലാം അനുകൂലം, അതായത് സാഹചര്യങ്ങൾ, പ്രകൃതം അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എല്ലാം അനുകൂലം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിക്കും. ബട്ട് ഗോഡ് സേസ് നോ. അത് നിങ്ങളെ അടിമയാക്കും. സാഹചര്യങ്ങളുടെ ബേസിലാണ് നിങ്ങൾ അത്ഭുതം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ സാഹചര്യങ്ങൾ നിങ്ങളെ അടിമയാക്കും. കാരണം ഗ്രാജുവലി നമ്മുടെ മൈൻഡ് ഗെറ്റ് ട്യൂൺഡ് ടു ദ പ്രീവിയസ് മിറക്കിൾസ്. ദൈവം ഇങ്ങനെ ചെയ്തത് ഈ സമയത്ത് നടക്കത്തുള്ളെന്ന് നമ്മൾ സെറ്റ് ഒരു പാറ്റേൺ, അൺപ്രിപ്പയർഡ് ഫോർ ദ മിറക്കിൾസ്. കർത്താവിനോട് പറയുന്ന ചിന്ത ഇതാണ്: നീ പെർസിസ്റ്റന്റ് ആയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ യാചിച്ചു കൊണ്ടിരുന്നാൽ, ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരുന്നാൽ, നീ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല, ഏറ്റവും ടോട്ടലി എഗെയിൻസ്റ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത്, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ കൂടി, ഒരിക്കലും സാഹചര്യങ്ങളെല്ലാം ഓപ്പോസിറ്റായി നിൽക്കുമ്പോൾ, ആ ഒരു എൻവയൺമെൻറ്റിൽ, ആ ഒരു സന്ദർഭത്തിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ യേശുവിന് സാധിക്കും. നിങ്ങൾക്ക് എതിർത്ത് പറഞ്ഞവരുണ്ടാകാം. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഹെൽത്ത് നല്ലതല്ലായിരിക്കാം, നിങ്ങളുടെ ഫിനാൻസ് നല്ലതല്ലായിരിക്കാം, നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരിക്കാം. എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ യു ക്യാൻ സ്റ്റിൽ എക്സ്പെക്ട് ആൻ ഓതന്റിക് മിറക്കിൾ. ദൈവത്തിന് ചെയ്യാൻ പറ്റും. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് രാത്രിയിൽ ഒരു അത്ഭുതം നടക്കും. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, മുട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഒരു അത്ഭുതം നടക്കും. അവൻ ചെയ്തു തരുവാൻ വിശ്വസ്തനാ. ഏറ്റവും ടേക്ക് ഔട്ട് ദ ലീസ്റ്റ് പോസിബിൾ ടൈം. ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന നിമിഷം ഏതാ നിങ്ങളുടെ ജീവിതത്തിൽ? ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന വിഷയം ഏതാ? ഒരിക്കലും നടക്കത്തില്ല, ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന വിഷയം ഏതാ? You will see signs. ഗോസ്പൽ ഓഫ് ജോണിൽ നമ്മൾ കാണുന്നത്, യോഹന്നാൻ പറഞ്ഞു തുടങ്ങുന്നത് ചാപ്റ്റർ 2 വെള്ളത്തെ വീഞ്ഞാക്കുന്നു എന്നാണ് കാണുന്നത്. അതൊരു അത്ഭുതങ്ങളുടെ അടയാളം, വീര്യപ്രവർത്തികളുടെയൊക്കെ അടയാളമായിട്ട്. ഇറ്റ്സ് എ സൈൻ. The bigger things are yet to happen. Greater things are yet to happen. So a sign that indicates something that bigger happens. A bigger picture is beyond. So ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, look at the signs, the divine signs that God is speaking to you. Follow that signs and expect a miracle. And God can still open doors in the middle of the night and give you whatever that you have really asked for. And God is about to do it. And He wants to bless you. He wants to change your destiny, redefine your destiny. And it's possible through prayer. Let's pray. Father, in the name of Jesus, I bless my people. I thank you, God Almighty, for speaking to us this morning. കർത്താവെ, ഈ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണേ. എല്ലാവിധമാകുന്ന അനുഗ്രഹത്താലും അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. ഇന്ന് അങ്ങയുടെ മക്കൾ ഭാരപ്പെടുന്ന എല്ലാ മേഖലകളിലും കർത്താവിന് നീതി വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ മക്കൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ കർത്താവെ അങ്ങ് സഹായം ചെയ്യണമേ. ഈ ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രേയർ ഗ്രൂപ്പിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, അതിൻ്റെ അഡ്മിൻസ്, ദ CEO, എവരിവൺ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രിസ്തുയേശുവിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. വലിയ വിഷയമോ ചെറിയ വിഷയമോ ജീവിതത്തിൽ ആ വിഷയങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രത്തോളം ഇമ്പോർട്ടൻസ് അവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവോ അത്രത്തോളം ഇമ്പോർട്ടൻസ് എൻ്റെ കർത്താവും കൊടുക്കുന്നത് കൊണ്ട് അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് അങ്ങയുടെ മക്കളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഗ്ലോറി ടു ഗാഡ്. അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയണമേ, സഹായം ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. കർത്താവ് വിശ്വസ്തനാണ്, കർത്താവ് കൂടെയുണ്ട്. വൻ കാര്യങ്ങളെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്നും ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലസ്. താങ്ക് യു. ഗോഡ് ബ്ലസ്. താങ്ക് യു.